വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ ഡോക്ടർ ആയിഷയുമായി ബന്ധപ്പെട്ട അവര് ഹസ്ബൻഡിന്റെ വീടിന്റെ മുന്നിൽ സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുമായുള്ള വിവാഹ ബന്ധം നിലനിൽക്കെ അവരുടെ ഹസ്ബൻഡ് മറ്റൊരു വിവാഹം ചെയ്തു. അതിനുശേഷം അവർക്ക് ഡിവോഴ്സ് വേണമെന്നും അവരുടെ വിവാഹ സമയത്ത് കൊടുത്ത ഗോൾഡും പണവും തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിന് മുന്നിൽ അവര് സമരം നടത്തുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചത് അല്ലെ. പക്ഷെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതില് ഒട്ടുമിക്ക ആളുകളും അവരെ അനുകൂലിക്കാതെയാണ് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ അപമാനപ്പെടുത്താൻ വേണ്ടി അവരൊരു സമരവുമായി ഇറങ്ങി തിരിച്ചു എന്നുള്ള രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത് കണ്ടത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാൻ കാണുകയുണ്ടായ. അതില് അവർ കോർട്ട് ഓർഡർ പ്രകാരം അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയപ്പോൾ അവരുടെ ഹസ്ബൻഡിന്റെ ഫാദർ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഉണ്ടായത്. അതില് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീടല്ല, അവരുടെ ബാപ്പയുടെ വീടാണ്, ഇവിടെ സമരം നടത്താൻ യാതൊരു അവകാശവും നിങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ പിറ്റേ ദിവസം പോലീസിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അവര് തിരികെ ആ വീട്ടിൽ ആയിഷയെ കൊണ്ടുവന്നപ്പോൾ ആ വീട് ലോക്ക് ചെയ്തിട്ട് അവിടെയുള്ള ആളുകൾ പോയിട്ടുണ്ട്. അവര് വേറെ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആയിഷക്ക് ആ വീട്ടിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ പോലീസ് അവര് പറഞ്ഞത് അവർക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട് ക്ലോസ് ആയ സ്ഥിതിക്ക് അവരുടെ ഗേറ്റിന്റെ മുന്നിലും സിറ്റ് ഔട്ടിലും ഒക്കെ നിന്നിട്ടുള്ള സമരം ചെയ്യുന്നതായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും പറയുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ അപമാനപ്പെടുത്താൻ അവരൊരു സമരവുമായി ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമരത്തിലേക്ക് വഴിവെച്ച കാര്യം എവിടെയാണ് ഇതിന്റെ തുടക്കം? ഇവര് കോർട്ട് ഓർഡറുമായി ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ഇവരെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഇവരൊരു സമരവുമായി മുന്നോട്ട് പോയത്. അതേ സമയത്ത് ഇവർ കോർട്ട് ഓർഡറുമായി വന്ന സമയത്ത് രമ്യമായി അത് പരിഹരിച്ചിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പരിഹാരം അവർക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ ഈ ഇത്രയും വിഷയങ്ങൾ ഇത് നടക്കുകയും ആളുകൾ ഇത്രത്തോളം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറില്ലായിരുന്നു. പക്ഷെ അവര് 6 വർഷമായിട്ട് അവർ പിരിഞ്ഞു താമസിക്കുന്നു. അപ്പോൾ ഡിവോഴ്സിന് ആവശ്യപ്പെടുന്നു, കോർട്ടിൽ കേസ് നടക്കുന്നു. 6 വയസ്സുള്ള ഒരു മകളുണ്ട്. ആ കുട്ടിക്ക് ഇതുവരെ അവര് ചെലവിന് കൊടുക്കുന്നില്ല. ആ അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പക്ഷെ ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, കുട്ടിക്ക് ചെലവിന് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 6 വർഷമായി കേസിന്. അപ്പോൾ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് പോകുന്നതിന് പകരം കോർട്ട് ഓർഡർ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കാനുള്ള കോർട്ട് ഓർഡർ വരാൻ തന്നെ കാരണം ഇവര് ഡിവോഴ്സ് ആവാതെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ. കാരണം ഈ ഡോക്ടർ അലിയുടെ നിലവിൽ ലീഗലി ഭാര്യ തന്നെയാണ് ഡോക്ടർ ആയിഷ. എപ്പോൾ വേണമെങ്കിലും ഡോക്ടർ അലിയുടെ അടുത്തേക്കും അവരുടെ വീട്ടിലേക്കും അവരുടെ ബന്ധുക്കളുടെ ഒക്കെ അടുത്തേക്ക് വരാനുള്ള അവകാശം, റൈറ്റ്സ് ഇപ്പോൾ അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സിസ്റ്റം പ്രകാരം ഒരുവിധം പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോകുന്നത് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് അല്ലേ. ഒരു 98% ആൺകുട്ടികളും കല്യാണം കഴിച്ച് പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് അവരുടെ ഫാദറിന്റെയോ മദറിന്റെയോ പേരുള്ള വീട്ടിലേക്കാണ്. ഒരു 2% ആളുകൾ മാത്രമാവും സ്വന്തമായിട്ട് വീടൊക്കെ എടുത്തതിന് ശേഷം വിവാഹം ചെയ്യുന്നത്. ബാക്കി ഒരുവിധം ആളുകളൊക്കെ ചെയ്യുന്നത് പേരൻസിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പൊ പെൺകുട്ടികൾ എൻ്റെ ഹസ്ബൻഡിന്റെ വീടാണെന്ന് പറഞ്ഞു നിൽക്കുന്നതും സ്വന്തം വീട് പോലെ പെരുമാറുന്നതും അവരുടെ ഹസ്ബൻഡിന്റെ പേരൻസിന്റെ വീട്ടിൽ തന്നെയാണ്. പിന്നീട് കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ആളുകളും വീട് വെച്ചൊക്കെ മാറുന്നത്. ഡോക്ടർ ആയിഷയെ അറസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമാണ് തോന്നിയത്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഒന്നും നമുക്കറിയില്ല. പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ആരുടെ ഭാഗത്ത് തെറ്റായാലും ശരിയായാലും ഒരു ഹസ്ബൻഡിന്റെ ലീഗലി ഹസ്ബൻഡായി നിൽക്കുന്ന ഒരാളുടെ
വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതൊരു വളരെ മോശമായ കാര്യമല്ലേ? അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും തെറ്റ് അവർ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാതെ അവര് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമാണ്, അവരുടെ അവകാശമാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി വിവാഹം മോചനം നേടണമായിരുന്നു. പക്ഷെ ഇവർ ഡിവോഴ്സിന് ആവശ്യപ്പെട്ടിട്ട് ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നത് ഇവരുടെ ഹസ്ബൻഡ് തന്നെയാണല്ലോ. വിവാഹ സമയത്ത് കൊടുത്ത ഗോൾഡും പണവും ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായത് കൊണ്ടാവും ചിലപ്പോൾ ഡിവോഴ്സ് കൊടുക്കാത്തതും. അല്ലെങ്കിൽ ഇവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടും ആവും ഡിവോഴ്സ് കൊടുക്കാത്തത്. പക്ഷെ ഈ ഡിവോഴ്സ് കൊടുക്കാതെ ഇവരെ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇയാൾ മറ്റൊരു വിവാഹം ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള അവകാശവും ഈ ആയിഷയ്ക്കുണ്ട്. പക്ഷെ അവരുടെ അവകാശങ്ങളെ ഒന്നും പരിഗണിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസവും സമൂഹത്തിൽ മാന്യതയും ഒക്കെ ഉള്ള ആളുകൾ ഈ തരത്തിൽ ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇത് വളരെ സമാധാനപരമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയം. ഒരു പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചത് മുതലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അത് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാതെ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അതൊരു പ്രകോപനപരമായ രീതിയിലേക്ക് കൊണ്ടുപോയത് ഡോക്ടർ അലിയുടെ വീട്ടുകാർ തന്നെയാണ്. അപ്പൊ ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യം അത് അവരുടെ ഹസ്ബൻഡിന്റെ ബാപ്പയുടെ വീടാണ്, അവിടെ പോകാൻ അവർക്ക് അവകാശമില്ല, താമസിക്കാൻ അവകാശമില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പോ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളെയും വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്നത് ഹസ്ബൻഡിന്റെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത വീട്ടിലേക്കല്ലോ, അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ വീട്ടിലേക്കാണ് എല്ലാ പെൺകുട്ടികളും പോകുന്നത്, അവിടെയാണ് താമസിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത് അവരുടെ വീടല്ലാതാവുന്നത്. ഹസ്ബൻഡിന്റെ പേരിലുള്ള വീടെല്ലാം ഇവിടേക്ക് വരാൻ എന്താണ് അവകാശമാണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അതൊട്ടും ഒരു നീതിയല്ല എന്നുള്ളതാണ്. എന്ത് വിശ്വാസത്തിലാണ് നമ്മുടെ പെൺകുട്ടികൾ ഓരോ പെൺകുട്ടികളെയും വിവാഹം ചെയ്ത് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ നാളെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പോലുമുള്ള അവകാശം ഉണ്ടാവില്ല. അപ്പൊ പറയുന്നത് എന്താ? പേരൻസിന്റെ വീടാണെന്ന്. ഈ പയ്യന്റെ പേരിൽ ഒരു വീടോ കാര്യങ്ങളോ ഇല്ല. അപ്പോ ഈ ആയിഷയുടെ വീട്ടുകാർ കൊടുത്ത സ്വർണവും പണവും ഇയാളുടെ കരിയറിനും ഇയാളുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചു. ഒരു നല്ല രീതിയിലായതിനു ശേഷം അയാൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ മാന്യമായ രീതിയിൽ ഇവരെ കോമ്പൻസേറ്റ് ചെയ്ത് ഇവരുടെ വഴിക്ക് വിടുകയല്ലേ വേണ്ടത്. പിന്നെ ലീഗലി ഭാര്യയായി നിൽക്കുന്നിടത്തോളം കാലം ഏത് സമയത്തും ഇവർക്ക് തിരിച്ചു വരാം. ഈ ഡോക്ടർ ആയിഷയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഹസ്ബൻഡിന്റെയോ ബന്ധുക്കളുടെയോ വീട്ടിലേക്കും സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ലീഗലി അവർക്ക് അവകാശമുണ്ട്. കാരണം അവർ ഡോക്ടർ അലിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും, ഡിവോഴ്സ് ആയിട്ടില്ല. അതാണ് അപ്പോൾ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ആളുകൾ ഡിവോഴ്സ് കൊടുക്കാതെ വെറുതെ ഇങ്ങനെ കുടുക്കിയിടുന്നതിന് പകരം മാന്യമായി ഡിവോഴ്സ് കൊടുത്ത് അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ അവരുടെ ജീവിതം, ഇവർക്ക് ഇവരുടെ ജീവിതമായിട്ട് സമാധാനത്തിൽ പോവാലോ. പിന്നെ വെറുതെ എന്തിനാ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്യൂസ് കൊടുക്കുന്നത്? പിന്നെ ഗോൾഡ് കൊടുത്തിട്ടില്ല, തെളിവുണ്ടോ, ബില്ലുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഗോൾഡ് വാങ്ങിച്ചതും അത് യൂസ് ചെയ്തതും അവരുടെ ഭാര്യ വീട്ടിൽ നിന്ന് പണം വാങ്ങിച്ച് അവരുടെ പഠനത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കറിയാലോ, ഇവരുടെ ഹസ്ബൻഡിനെ അറിയാലോ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു മാന്യത അയാൾ കാണിക്കണമല്ലോ. എന്തായാലും ഭാര്യയെ വേണ്ട, കുട്ടിയെ വേണ്ട, അവരോടുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ തയ്യാറില്ല. അപ്പൊ അവരോട് വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതല്ല അതിന്റെ ഒരു മാന്യത, അതല്ല അതിന്റെ ശരി. അപ്പോ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇവരെ കുറിച്ചുള്ള കൂടുതൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരാൻ കാരണം ഇസ്ലാം മതത്തിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം ഇതൊരു ചർച്ചാ വിഷയമായി മാറി. കാരണം ഇസ്ലാം നമ്മില് 4 വരെ വിവാഹം ചെയ്യാം എന്നുള്ള ഒരു നിയമം മുസ്ലിം പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിൽ കൂടുതൽ ഈ സ്ത്രീക്കെതിരെ നെഗറ്റീവ് വരാൻ തുടങ്ങിയത്. കാരണം ഇസ്ലാമിൽ എൻ്റെ ഒരു ബേസിക്കായ അറിവ് വെച്ച് ഞാൻ പഠിച്ചത് പ്രകാരം എനിക്കൊരു ബേസിക്കായ നോളജ് ഇസ്ലാമിനെ കുറിച്ചുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് എന്താ എന്ന് വെച്ചാൽ, നിലവിലൊരു ഭാര്യയുള്ള ഒരാൾ മറ്റൊരു വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ ഭാര്യയുടെ സമ്മതം നിർബന്ധമാണ്. അതേപോലെ തന്നെ രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിക്കാനും ഒരേപോലെ സംരക്ഷണം കൊടുക്കാനും കഴിയുന്ന ഒരു പുരുഷൻ മാത്രമേ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.
അപ്പോൾ അത് എത്രത്തോളം ഒന്നോ അതിലധികമോ ഭാര്യമാർ ഉണ്ടാവുമ്പോൾ ഒരു നാല് വരെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. പക്ഷെ ഈ ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ആദ്യ ഭാര്യമാരുടെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകരുത്. അതേപോലെ സ്നേഹമായാലും സംരക്ഷണമായാലും ഒരേ ലെവലിൽ ഒരു അണുവിട പോലും പാർഷ്യാലിറ്റി ഇല്ലാതെ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പണ്ട് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ അന്ന് യുദ്ധത്തിലൊക്കെ ഒത്തിരി പേര് ഷഹീദായിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർ കുറവും സ്ത്രീകൾ കൂടുതലുമുള്ള ഒരു സമയത്ത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ അനുവദിച്ച ഒരു സമയം. പക്ഷെ ഇപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണല്ലോ. അപ്പോൾ അന്നത്തെ സാഹചര്യം അതായിരുന്നു. അപ്പോൾ പക്ഷെ ഈ ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ നിയമം പറയുന്നത്. ആദ്യ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുന്നതിന് ആദ്യ ഭാര്യയ്ക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനുമുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അവർക്ക് വിട്ടുപോകാലോ. കാരണം അങ്ങനെ ഒരു ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ 2 3 സ്ത്രീകളിൽ ഒരാളായി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, 2 3 ഭാര്യമാരിൽ ഒരാളായി എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ന്യായമായും അവരെ അതിൽ പിടിച്ചു തളച്ചിടാതെ അവരെ ഒഴിവാക്കി കൊടുക്കുന്നതല്ല അതിന്റെ മാന്യത. എനിക്ക് മറ്റൊരു വിവാഹം എനിക്ക് ചൂസ് ചെയ്യാം, പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ അണ്ടറിൽ തന്നെ, എൻ്റെ ഭാര്യ എന്ന ലേബലിൽ തന്നെ ജീവിക്കണം, അവർ വേറെ വിട്ടുപോകരുത് എന്ന് പറയുന്നതിൽ ന്യായമില്ല. അതൊരു കാര്യം. അപ്പോൾ ഇസ്ലാമിലെ നിയമങ്ങളല്ല പ്രശ്നം. അപ്പോൾ ഇസ്ലാമിൽ ജീവിക്കുന്ന ഇസ്ലാം നാമധാരികളായ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എടുക്കുന്ന ഇത്തരം ഡിസിഷൻസുകൾ ഇസ്ലാമിനെ മോശമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഡോക്ടർ ആയിഷയെ കുറിച്ച് കൂടുതൽ നെഗറ്റീവ് വരാനുള്ള മെയിൻ കാരണം ഈ ഇസ്ലാമിലെ ഒരു രീതി അല്ലെങ്കിൽ ബഹുഭാര്യാത്വം എന്നുള്ള ഒരു സംവിധാനം കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാവാം അവർക്ക് ഇത്രത്തോളം നെഗറ്റീവ് വരാൻ കാരണം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് മതത്തെ കുറിച്ചല്ല, ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഒരു ഇസ്ലാമോ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ എന്നുള്ളതല്ല, അവരുടെ മത നിയമങ്ങൾ എന്താണ് എന്നുള്ളതല്ല. ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് അവർക്കിപ്പോ വേണ്ട കാര്യം അവർക്ക് വിവാഹമോചനം വേണം, അവർക്ക് വിവാഹ സമയത്ത് കൊടുത്ത ഗോൾഡും പണവും തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയാണ് അവര് ആവശ്യപ്പെടുന്നത്. അത് അവർക്ക് അവരുടെ അവകാശം അവർക്ക് അനുവദിച്ചുകൊണ്ട് അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതല്ലേ മാന്യതയുള്ള ആരും ചെയ്യേണ്ടത്. അതിനെ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോ അവരത്രത്തോളം ധൈര്യത്തിൽ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവര് സമൂഹത്തിലൊരു ഡോക്ടറായിട്ട് തുടരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ ബോൾഡും അവരുടെ ഒരു ധൈര്യമാണ് അവർ ഈ രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനൊക്കെ മനസ്സും അടുത്ത് ഇതിനൊന്നും ധൈര്യമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ എത്ര ആളുകൾ അവര് എന്തിനാണ് അങ്ങനെ ചെയ്തത്, എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞേനെ, അല്ലെങ്കിൽ അത്തരം വീഡിയോകളുടെ അടിയിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടേനെ. പക്ഷെ അതേപോലെ ഒരു സ്ത്രീയുടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സമൂഹത്തിനോട് പറയാൻ 6 വർഷമായിട്ടുള്ള 6 വർഷത്തിന് ശേഷമാണ് ഇതൊരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും ആളുകൾ ചർച്ച ചെയ്യുന്നതും. അത് ആ സമയം വരെയും ഇവർക്കിടയിൽ ഈ പ്രശ്നമുണ്ട്. ഈ 6 വർഷമായിട്ടും ഇവർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചാ വിഷയമാവുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ നീതി വേണ്ടത് അത് വാങ്ങിക്കൊടുക്കുക, അതിനു വേണ്ടിയല്ല എല്ലാവരും സംസാരിക്കേണ്ടത്. അല്ലാതെ അവർക്ക് ഗോൾഡിന് ബില്ല്, അവര് ഗോൾഡ് വാങ്ങിയ ബില്ലുണ്ടോ മറ്റുണ്ടോ കള്ളമാണോ സത്യമാണോ എന്ന് ചർച്ച ചെയ്യുന്നതിനപ്പുറം അവർക്കിപ്പോ വേണ്ടത് അവർക്ക് ഇതിൽ നിന്ന് ഒരു വിടുതൽ വേണം. അവർക്ക് ആവശ്യമായ അവർക്ക് കൊടുത്ത സാധനങ്ങൾ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ അവകാശമല്ലേ, അതിനെ തരം താഴ്ത്തി പറയുന്നതിനോടൊന്നും യോജിപ്പില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട്, അത് മതം നോക്കിയല്ല, ഇസ്ലാമാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, നമ്മൾ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാം മതത്തിലെ പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ നിയമങ്ങൾ ഒന്നാവും, പക്ഷെ അതിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ പല രീതിയിലും അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും.
അതൊക്കെയും ഇസ്ലാമിന്റെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പുരുഷ മേധാവിത്വം എല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഒരിക്കലും എവിടെയും പറയുന്നില്ല ഒരു സ്ത്രീ ജോലിക്ക് പോകാൻ പാടില്ല, സ്ത്രീക്ക് ഫ്രീഡം കൊടുക്കാൻ പാടില്ല, സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, സ്ത്രീ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ പാടില്ല എന്നൊന്നും ഒരു മതഗ്രന്ഥങ്ങളിലും അറിയുന്നതായിട്ടോ അറിയില്ല. പക്ഷെ ഇസ്ലാമിലുള്ള പുരുഷന്മാർ അവരുടെ ഭാര്യമാർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ ഫ്രീഡം കൊടുക്കാനോ താല്പര്യപ്പെടാത്ത പുരുഷന്മാർ അവരെ അടിച്ചമർത്താൻ വേണ്ടി അവരുടെ അടിമയാക്കി വെക്കാൻ വേണ്ടി ഇസ്ലാമിലെ നിയമങ്ങൾ എടുത്തുപയോഗിക്കുന്നതാവാം. എല്ലാവരും അങ്ങനെയല്ല. ഇസ്ലാമിൽ നല്ല ഫ്രീഡം കൊടുക്കുന്നവരുമുണ്ട്, പിന്നെ എല്ലാ അവകാശങ്ങളും അനുവദിച്ചു കൊടുക്കുന്നവരുമുണ്ട്. അല്ലാത്തവർ അത് ഇസ്ലാമിന്റെ പല കാര്യങ്ങളും പറഞ്ഞ് അവരിങ്ങനെ സ്ത്രീകൾ ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അല്ലാതെ ഒരു ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇസ്ലാമില് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ബിസിനസ് വുമൺ ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഹെൽപ്പർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആനിൽ അല്ലേ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ഒരാൾ ഒരു ബിസിനസ് അറിയപ്പെടുന്ന ഒരു ബിസിനസ് വുമൺ ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ തെളിവുണ്ട് സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുത്തിരുന്നു, ഇസ്ലാം ഫ്രീഡം കൊടുത്തിരുന്നു, എല്ലാത്തിനുമുള്ള അവകാശം സ്ത്രീകൾക്കുണ്ടായിരുന്നു, വിദ്യാഭ്യാസത്തിനായാലും എല്ലാത്തിനുമുള്ള. പക്ഷെ നമ്മുടെ പുരുഷന്മാരുടെ ഒരു സ്വാർത്ഥതയോ അല്ലെങ്കിൽ സ്ത്രീകളെ നമ്മുടെ വരുതിയിൽ നിർത്തണമെന്നുള്ള ഒരു രീതിയിൽ അവരതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഫ്രീഡം കൊടുക്കാത്തതാണ്. അല്ലാണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കരുതെന്നും എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു രീതിയിൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്നുള്ള രീതിയിൽ പലരും അതിന് എതിരെ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ആവാം ഈ ആയിഷയ്ക്ക് നീതി നിഷേധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആളുകൾ അവർക്ക് നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതില് സമൂഹം എത്ര ഇടപെട്ടാലും, മഹലുകളായാലും മറ്റുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും എത്രത്തോളം ഇടപെട്ടാലും ഇതിന് ഒരു തീരുമാനം എടുക്കേണ്ടത് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ്, ഡോക്ടർ അലി തന്നെയാണ് ഇതിനൊരു തീരുമാനമെടുത്ത് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പക്ഷെ അതിലേക്ക് അവരെ എത്തിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിയമത്തിനായാലും മഹലുകൾക്കായാലും സംഘടനകൾക്കായാലും ഇതിൻ്റെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പരിഹാരം, ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പോലെ ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എന്താ പറയാ വലിയൊരു വിഷയമാക്കി മാറ്റിയത് അവര് തന്നെയാണ്, ഇവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ തന്നെയാണ്. അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് നമ്മുടെ കുട്ടികൾ എവിടെയാണ്, പെൺകുട്ടികൾ എവിടെയാണ് സുരക്ഷിതരായിട്ടുള്ളത്? നമ്മളുടെ ഹസ്ബൻഡിന്റെ കൂടെ നമ്മൾ നല്ലോണം നിൽക്കുമ്പോൾ എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു നിമിഷം തെറ്റിക്കഴിഞ്ഞാൽ ഇതാണ് അവർ തമ്മിൽ ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കളാവും ഈ ഭാര്യയും ഭർത്താവും എന്നുള്ളതാണ്. അപ്പോൾ അതിനു പകരം പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് പിരിയുക, അവരോട് വാങ്ങിയത് എന്താണോ അത് തിരിച്ചു കൊടുക്കുക. കാരണം ഈ സ്ത്രീധന സംവിധാനത്തില് ഗോൾഡ് ആയാലും പണമായാലും എല്ലാം ഇത്ര 100 പവനായാലും 50 പവനായാലും ഒക്കെ ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളുടെ ഭാവിക്ക് വേണ്ടി സേഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഹസ്ബൻഡുമാർ അതെടുത്ത് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും കരിയറിനൊക്കെ വേണ്ടി ചെലവായി അവർ ഡെവലപ്പ് ചെയ്യുകയും ഈ ഭാര്യമാർ ലാസ്റ്റ് കൈവിടുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ അതത്രത്തോളം നല്ലതല്ല. കാരണം നമ്മൾ അധ്വാനിച്ച് ഒരു രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെറുതെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ നമുക്ക് സഹിക്കില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ പണം ആ ഭാര്യയെ വേണ്ട എന്നുണ്ടെങ്കിൽ അവരോട് വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനുള്ള തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ മാന്യത. അത് തിരിച്ചു കൊടുക്കുന്നതിന് പകരം അതിന്റെ പേരിൽ ഡിവോഴ്സ് പോലും അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നത് അതൊരു ശരിയല്ല. അല്ല എന്നുണ്ടെങ്കിൽ അയാൾ വേറൊരു ബന്ധത്തിലേക്ക് പോകരുതായിരുന്നു. എന്താണ് ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നം, അതിനൊരു പരിഹാരം കണ്ടെത്തുക. എവിടെയാണ് ഇഷ്യൂ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരുടെ എന്താണോ ഇഷ്യൂ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഒന്നിച്ചു പോകണമായിരുന്നു. അത് ഒന്നിച്ചു പറ്റാത്ത സാഹചര്യത്തിൽ മറ്റൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ പാർട്ണറോടുള്ള ഉത്തരവാദിത്തമുണ്ട് അവരുടെ വഴിക്ക് വിടുക, അവർ സേഫായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്.
ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല. അപ്പോൾ അതിനെ എല്ലാവരും ഈ ഡോക്ടർ ആയിഷയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. ഓരോ പെൺകുട്ടികളുള്ള അമ്മമാരും ഓരോ പെൺകുട്ടികളുമുള്ള അച്ഛന്മാരും സഹോദരിമാരുള്ള സഹോദരന്മാരായാലും പെൺകുട്ടികളെ മനസ്സിലാക്കുന്ന ആളുകൾ ഡോക്ടർ ആയിഷയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ വീട്ടിൽ വന്നപ്പോൾ ആ പെൺകുട്ടി അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവരുടെ ഹസ്ബൻഡിന്റെ ആളുകളാണ് ചെയ്തത്. അവരുടെ മകന്റെ കുട്ടി അവരുടെ കൂടെയാണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പി. അപ്പൊ എത്രത്തോളം റെസ്പെക്റ്റോ അല്ല എത്രത്തോളം ഒരു പരിഗണന സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരിഗണന കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴേക്ക് ആളുകൾ അങ്ങനെയാണ് പെരുമാറുന്നത്. ഒരു പോലീസിനെ അറസ്റ്റ് ചെയ്യുക, ഒരു ശത്രുത മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ബാപ്പ ഇഷ്യൂസുകൾ ഗോൾഡ് കുറഞ്ഞു പോയി, സൗന്ദര്യം കുറഞ്ഞു പോയി, പിന്നെ എന്നുള്ള രീതിയിൽ ബാപ്പാക്ക് ഇഷ്ടമില്ല, അങ്ങനെയുള്ള കാരണങ്ങളാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും എന്നുള്ളത്. പക്ഷെ സൗന്ദര്യം കുറഞ്ഞു പോയത് വിവാഹം കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലായിരുന്നോ? അതേപോലെ ഗോൾഡ് കുറഞ്ഞു പോയി 100 പവന് അത്ര കുറഞ്ഞ ഗോൾഡ് അല്ലല്ലോ. അപ്പൊ അതിന് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെ നോക്കി എടുക്കുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പത്തിനോ പണത്തിനോ ഗോൾഡിനോ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവനവന് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അവനവനെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു പെൺകുട്ടിയുടെ ബാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എന്തിനാണ് ഈ ഗോൾഡ് സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയെടുക്കുന്നത്? ഈ അറബി രാഷ്ട്രങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കണം ഗോൾഡും പണമൊക്കെ. എന്നാൽ മാത്രമേ അവര് വിവാഹത്തിന് പെൺകുട്ടികളുടെ പേരൻസ് സമ്മതിക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും പെൺകുട്ടിയുടെ രക്ഷിതാവ് അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ഭർത്താവിനെ കണ്ടെടുത്തേണ്ട ആവശ്യമില്ല. ആൺകുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടി പണം, ഗോൾഡായാലും പണമായാലും ഈ പെൺകുട്ടിയുടെ രക്ഷിതാവിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാലാണ് അറബി രാഷ്ട്രങ്ങളിലെ വിവാഹം അനുവദിക്കുന്നുള്ളൂ പെൺകുട്ടികൾക്ക്. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെയാണ് ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഗോൾഡ് ഇല്ലാതെ ഒരു വിവാഹമില്ല. അതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ രക്ഷിതാക്കളും അത്രത്തോളം വലിയൊരു സ്ത്രീധനം കൊടുക്കുന്ന ഒരു വിവാഹങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കുക. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് മൂല്യമുണ്ടെങ്കിൽ അവർക്ക് മൂല്യം കൽപ്പിക്കുന്ന, അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബന്ധത്തിലേക്ക് മാത്രമല്ലാതെ ഗോൾഡിനും പണത്തിനും സ്വത്തും ആവശ്യപ്പെടുന്ന ഒരു ബന്ധങ്ങളിലേക്ക് അതെത്ര വലിയ പ്രൊഫൈലുള്ള, എത്ര സമൂഹത്തിൽ എത്ര ഉന്നതിയിലുള്ള ആളുകളായാലും സമൂഹത്തെ ബോധിപ്പിക്കാനോ ആളുകളെ ബോധിപ്പിക്കാനോ ആളുകളുടെ മുന്നിൽ ഒരു മാന്യത വേണമെന്നൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും ഗോൾഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഹസ്ബൻഡിന് ഇങ്ങനെ ദൂർത്തടിക്കാനല്ലേ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. പക്ഷെ നാളെ ഒരു വിഷയം വന്നാൽ അത് തിരിച്ചു കിട്ടത്തുമില്ല. അപ്പൊ അതിന് പിന്നാലെ കോടതിയും മറ്റും മഹലുകളും ഒക്കെ കയറി ഇറങ്ങണം. അപ്പൊ അതിലും ബെറ്റർ ഒന്നും കൊടുക്കാതിരിക്കുന്നതല്ലേ. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ മാന്യമായി നോക്കാൻ കെൽപ്പുള്ള ആൺകുട്ടികൾ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അപ്പോ ഭാര്യയുടെ ഗോൾഡ് കണ്ടിട്ടോ ഭാര്യയുടെ ഗോൾഡ് എടുത്ത് ലാവിഷാക്കാന്ന് കരുതുന്ന ആൺകുട്ടികൾ കല്യാണം കഴിക്കണ്ട. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ബഹളം വെക്കണ്ടല്ലോ. നമ്മൾ കൊടുത്ത ഗോൾഡ്, നമ്മൾ കൊടുത്ത പണം തിരിച്ചു വേണമെന്നും പറഞ്ഞ് ബഹളം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ സ്ത്രീകൾക്ക് പോവാനുള്ള നിയമങ്ങളൊക്കെ ഫസ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിയമപരമായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആയിഷയെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ആയിഷയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് രീതിയിലാണെങ്കിലും പല രീതിയിലും ഇത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നവരുണ്ടാവാം. പിന്നെ മതം ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് മതത്തെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ വിമർശിക്കുന്നവരും. പക്ഷേ നിങ്ങൾ മതവും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ മാത്രം അതിനെ, ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഇവർ ഇതിന് വിപരീതമായി എന്തെങ്കിലും ആത്മഹത്യ എന്തോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊക്കെ ആരും ഇതേ രീതിയിലല്ല അപ്പം പ്രതികരണം വേറെ രീതിയിലായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ അവരൊരു അല്ലെങ്കിലും നമ്മൾ സ്വന്തമായ നിലപാടുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്ന പെണ്ണുങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുകയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ പല അപവാദങ്ങൾ ഉണ്ടാക്കുകയും അവരെ മോശപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന സമൂഹം തന്നെയാണ്. പക്ഷെ അവരെ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആര് സംസാരിച്ചാലും ആര് സപ്പോർട്ട് ചെയ്താലും തീരുമാനം
വരേണ്ടത് അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്താണ്. പക്ഷെ അതിൽ ഇടപെടേണ്ട ആളുകൾ ഇടപെട്ട് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിഹാരം കിട്ടണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.